ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ അക്വേറിയസ്, നിങ്ങളുടെ എന്താണ് ഫീലിങ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ നോക്കും. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താ ഉണ്ടാവാൻ പോണത് ആൻഡ് ഔട്ട്കം ഈ കണക്ഷൻ്റെ അതും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് എൻഡിൽ. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുത്താൽ മതി, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ അക്വേറിയസ്, നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് ഇവിടെ പേജ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ്, lovers, magician, ഇവിടെ സ്ട്രോങ് ജെമിനായി എനർജി ഞാൻ കാണുന്നു, ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ എന്താണ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഏസ് ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, Seven of Wands, and Ten of Swords. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? കിങ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ്? ടെൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. മേ ബി നിങ്ങളൊരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ കുറേ ഒരു പാഷനറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, കുറേ ഒരു ഗോ ഗെറ്റർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ കാണുന്നുണ്ട് ഈ പേഴ്സണിൽ. ഇത് ഈ പേഴ്സൻ്റെ എനർജി അല്ല വെച്ചാൽ നിങ്ങളുടെയും എനർജി ആവാം. ഈ സമയത്ത് നിങ്ങൾ ആക്ഷൻ ഓറിയൻറ്റഡ് എനർജിയിലാണ്. ആക്ഷൻ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ട്, ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ട്, ഒരു ക്ലാരിറ്റി വേണം എന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഈ സമയത്ത്. ടെൻ ഓഫ് വാൻഡ്സ് ആണ് ഈ പേഴ്സന്റെ എനർജി. ഈ പേഴ്സന്റെ എനർജി എന്തോ ഒരു ബേർഡൻസ് റിലീസ് ചെയ്യണ ടൈപ്പ് ഓഫ് എനർജിയാണ്. ഇവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ പാസ്റ്റിന്റെ, അതൊക്കെ അവർ റിലീസ് ചെയ്തത് ഒരു പുതിയ ബിഗിനിങ് അവർക്ക് വേണം എന്നുണ്ട്. ആൻഡ് പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലേക്കാണ് അവർ പോണത്. പേജ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് ഒരു മെസ്സേജിന്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ ഈ പേഴ്സണിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഓർ എൽസ് ആ പേഴ്സൺ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഇതൊരു പുതിയ ബിഗിനിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഒരു നിങ്ങൾ ഈ പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ ഇത് അങ്ങനെ അങ്ങനെയാണ് സ്റ്റാർട്ട് ആവണത്. ആ ബിഗിനിങ്, ആ ന്യൂ ബിഗിനിങ്, ആ പാഷൻ ഉണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണുന്നു. ഏസ് ഓഫ് വാൻഡ്സ്, ഈ പേഴ്സണും അവർക്കും ഒരു പുതിയ പാഷനറ്റ് ബിഗിനിങ് വേണം. അവരും നിങ്ങളുടെ അടുത്ത് ഒരു സ്ട്രോങ് അട്രാക്ഷൻ ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തപ്പോൾ അങ്ങനെയായിരിക്കും സിറ്റുവേഷൻ ഉണ്ടാവുക, ഒരു സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷൻ. പക്ഷെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ വേഗം ഡെവലപ്പ് ചെയ്തു. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങി. ലവേഴ്സ്, ജെമിനായി എനർജിയാണ്. ഈ പേഴ്സണും നിങ്ങളൊരു സെയിം ഓഫീസ് ഓർഗനൈസേഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, ഓർ മേ ബി വർക്കിൻ്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ പേഴ്സൺ പക്ഷെ കുറേ ഒരു വർക്ക് ഫോക്കസ്ഡ് എനർജിയിലുമാണ്. ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങൾ കുറേ കേപ്പബിൾ ആണ്. നിങ്ങൾ ഒരു കുറേ ഒരു നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് അത് ഈസിലി അട്രാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറേ ലവബിൾ ആണ്, ലൈക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സണെയാണ് അട്രാക്ട് ചെയ്യാൻ നോക്കണത്, ഈ പേഴ്സണെയാണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ പേഴ്സൻ്റെ എനർജി സെവൻ ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ സെവൻ ഓഫ് വാൻഡ്സ് ഒരു ബ്ലോക്കേജിൻ്റെ എനർജിയാണ്. ഇല്ലച്ച എന്തോ ഒരു ബ്ലോക്സ് ഉണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ. അതുകൊണ്ട് ഈ പേഴ്സൺ കുറച്ചൊരു ഹെസിറ്റൻ്റ് ആണ്, കുറേ ഒരു ഡിഫെൻസീവ് എനർജിയിലാണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു സ്മോൾ ഓഫർ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഇവരോട് മേ ബി നിങ്ങൾ എന്തെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടാവും, സജഷൻ കൊടുക്കുന്നുണ്ടാവും. മേ ബി ഈ റിലേഷൻഷിപ്പിനെ ഒരു ഫോർമൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മൂവ് ചെയ്യാമെന്ന് അങ്ങനെ ഒരു സജഷൻ ആയിരിക്കും നിങ്ങളുടെ സൈഡിൽ നിന്ന്. പക്ഷേ ഇവിടെ ടെൻ ഓഫ് സോഡ്സ് ആണ്.
ഈ പേഴ്സൺ കുറെ ബിട്രേഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് നോക്കാം. പക്ഷെ ഇത് ഒരു എൻഡിങ്ങിന്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ സഡൻ എൻഡിങ് ഉണ്ടാവാൻ എന്തായി എന്ന് നമ്മൾക്ക് നോക്കാം. ഈ കിങ് ഓഫ് വാൻസ് നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ്? 6 of swords. അപ്പോൾ അഗൈൻ എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളുടെ എനർജി ആണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് എല്ലാം ആക്ഷൻ എടുക്കുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ആ എൻതൂസിയാസം ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ, പക്ഷെ അത് വിട്ടിട്ട് നിങ്ങൾക്ക് കാമോ വാട്ടേഴ്സിന്റെ അടുത്ത് പോകണം എന്നുണ്ട്. ഈ 10 of wands ഈ പേഴ്സന്റെ എനർജി എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. ഇവരുടെ ലൈഫിൽ മേ ബി വേറെ ആരോ ഉണ്ടായിരുന്നു ആൻഡ് അതുകൊണ്ടായിരിക്കും അവർ കുറെ ഒരു ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അവർ കുറെ വെയിറ്റ് ചെയ്തു, ഓർ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വേറൊരു പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷെ അത് മേ ബി വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓരൽസ് അവർ എവിടെയോ ഒരു ഹോപ്പ് വെച്ചിട്ടായിരിക്കും ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പേജ് ഓഫ് വാൻസ് നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ്? 2 of cups. അപ്പൊ ഇവിടെ ഒരു ലവ് കണക്ഷൻ ആണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ആ പാഷൻ കുറെ ഇന്റൻസ് പാഷൻ ആണ്. ഏസ് ഓഫ് വാൻസ് ഇവിടെ എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോ നിങ്ങൾ രണ്ടാളും പാസ്റ്റില് മേ ബി മുമ്പേ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. മേ ബി ആ സമയത്ത് ഇത് വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ആദ്യം ഒരു റീകണക്ഷൻ ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പൊ ഇതൊരു പരിചയമുള്ള പേഴ്സൺ ആയിരിക്കാം, പക്ഷെ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എനർജി അല്ല എനിക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ മേ ബി ആ പാസ്റ്റിൽ മീറ്റ് ചെയ്തു, അപ്പോഴും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കെമിസ്ട്രി ഉണ്ടായിരുന്നു, പക്ഷെ അത് വർക്ക് ഔട്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേറൊരു ചാൻസ് ആണ് തരണത്. അപ്പൊ ഈ ലവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ? നിങ്ങൾ ഈ പേഴ്സണെ കുറെ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ആ ഫീലിങ്സ് ഒക്കെ ഹൈഡാണ് ചെയ്യണത്. പൈസീസ് എനർജി ഇവിടെ ഉണ്ട്, പൈസീസ് ക്യാൻസർ എനർജി. 8 of Pentacles ഈ പേഴ്സന്റെ എനർജിയിൽ 5 swords ആണ്. ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ എന്തൊക്കെയോ ഡ്രാമ നടക്കുന്നുണ്ട്. അവരുടെ നിങ്ങളുടെ സിറ്റുവേഷന്റെ കണക്ഷനിലല്ല ഇത്, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ ലൈഫിൽ വേറെ എന്തോ ഒരു സൈഡിൽ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെ ഓറൽസ് എന്തോ ഒരു എക്സ് റിലേറ്റഡ് ഇഷ്യൂ അത് നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ലൈഫിൽ കുറെ ഇംബാലൻസ് ആണ്. അവര് യുനോ നിങ്ങളുടെ മുകളിൽ അവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് ഫുള്ളി അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓറൽസ് അവരുടെ വർക്കിൽ എന്തോ അൺഹെൽതി കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ട് അവർ വർക്കും പേഴ്സണൽ ലൈഫിനെ അവർക്ക് ജഗൽ ചെയ്യാൻ പറ്റില്ല. ഈ മജിഷ്യൻ എന്താണ്? ടവർ. അപ്പോൾ എന്തോ ഒരു ഷോക്കിംഗ് ചേഞ്ച് ഓഫ് ഇവന്റ്സ് ഓർ നിങ്ങൾ അതാണ് മാനിഫെസ്റ്റ് ചെയ്യണത്, ഒരു സഡൻ ചേഞ്ച്. ടെമ്പറൻസ്. നിങ്ങൾ ഹീലിംഗ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണത്. ഈ പേഴ്സന്റെ എനർജിയിൽ 7 of wands എന്തുകൊണ്ടാണ്? 9 of swords. അപ്പോൾ അവർക്ക് കുറെ ഒരു സ്ട്രെസ്ഫുൾ ടൈമാണ് ഇത്. എന്തോ പറഞ്ഞ മാതിരി അവരുടെ ലൈഫിൽ ബ്ലോക്സ് ഉണ്ട് ഈ സമയത്ത്. ആൻഡ് മേ ബി കണക്റ്റഡ് ടു എന്തോ ഒരു ലീഗൽ ഇഷ്യൂ ആയിരിക്കാം അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവുക. ഓറൽസ് അവരൊരു ഡിവോഴ്സി ആണ് വെച്ചാൽ മേ ബി അവരുടെ ലൈഫിൽ ഒരു ഡിവോഴ്സ് ഓർ സെപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. പേജ് ഓഫ് പെന്റിക്കിൾസ് ഇവിടെ എന്താണ്? 5 of Pentacles. അപ്പൊ നിങ്ങൾ ഒരു ഓഫർ ഇവർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പേടിയുണ്ട് ഇതൊരു അവർ നിങ്ങളെ റിജക്ട് ചെയ്യും. എന്നുവെച്ചാൽ അവരുടെ ശ്രദ്ധ ഞാൻ പറഞ്ഞ മാതിരി മുഴുവനെ നിങ്ങളുടെ മുകളിലല്ല, അവർ കുറെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. 10 of swords ഈ പേഴ്സന്റെ എനർജിയിൽ എന്താണ്? ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോ അഗൈൻ എനിക്ക് ഇവിടെ മെസ്സേജ് എന്താ വെച്ചാൽ അവരുടെ ലൈഫിൽ ഈതർ ഒരു ഡിവോഴ്സ് നടക്കുന്നുണ്ട് ഓറൽസ് എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ മനസ്സ് മുഴുവൻ ആ സിറ്റുവേഷനിലാണ് അവരുടെ എനർജി പോണത്. നിങ്ങളുടെ മുകളിൽ അവർക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് പറഞ്ഞ അവർ ഡിസ്ട്രാക്റ്റഡ് ആണ്, അവരുടെ ലൈഫിൽ വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ ഫ്യൂച്ചർ ആക്ഷൻ ഈ പേഴ്സന്റെ എന്താണ് ഉണ്ടാവുക? 5 of wands. അപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ഇതന്നെ ആ സിറ്റുവേഷൻ, ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് കാരണം നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രസ് പറഞ്ഞാൽ ഉണ്ടായാലും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇന്റർഫിയറൻസ് ഉണ്ടാവും. അവർക്ക് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, പക്ഷെ അത് ആ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് അത് ഒരു ഇന്റർഫിയറൻസ് ആയിട്ട് ഞാൻ ഇവിടെ കാണുന്നു. അപ്പൊ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ എന്തായിരിക്കും? കിങ് ഓഫ് കപ്സ്.
ഒരു ലവ് മെസ്സേജ് ഇവിടെ ഉണ്ട് ആൻഡ് കുറെ അബണ്ടൻസ് ഉണ്ട്, കുറെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ മേ ബി അവർ അവരുടെ ഫീലിങ്സ് ഒക്കെ ഓപ്പൺലി ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ആൻഡ് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാൻ ഫ്യൂച്ചറിലും കാണുന്നുണ്ട്. ഓക്കെ, 3 of Swords. ഈ 3 of Swords എന്താണ് ഇവിടെ? ഹാർട്ട് ബ്രേക്ക്, ന്യൂ ബിഗിനിങ്. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഇവിടെ ആ തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഉണ്ടായതുകൊണ്ട് ഇതൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആവാൻ വഴിയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വേഗം പോവുമെന്ന്. അപ്പോൾ ഇത് നമ്മൾക്ക് നെക്സ്റ്റ് മന്ത് നോക്കേണ്ടി വരും ഇത് എങ്ങനെയാ മുമ്പോട്ട് പോവാന്ന്. പക്ഷെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ഇത് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ മേ ബി നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്തിട്ട് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാം. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് കൂടുതൽ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് റീഡിംഗ് എടുത്ത് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അതിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇമെയിൽ ചെയ്യാം, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ബട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, ഈ റീഡിങ്സ് ഒക്കെ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനർജി ടാപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ റെസൊനേറ്റ് ആവാൻ വഴിയുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങളുടെ കൂടെ വീഡിയോസൊക്കെ. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഈ 4 കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് സൂപ്പർ താങ്ക്സ് അയക്കണം വെച്ചാൽ അവിടെ ഒരു ഐക്കൺ ഉണ്ട് വീഡിയോയുടെ താഴെ. അതിന് സൂപ്പർ താങ്ക്സ് എനിക്ക് ഒബ്വിയസ്ലി ഈ വീഡിയോനെ ഇംപ്രൂവ് ചെയ്യാൻ, ഫ്യൂച്ചർ വീഡിയോസിനെ ഇംപ്രൂവ് ചെയ്യാൻ, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഹെൽപ്പ് ആവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ വീഡിയോനെ എൻഡ് വരെ നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.